ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും പോവുകയാണ്. അതായത് നമ്മുടെ വഴുതന, ഒരു വ്യത്യസ്തമായ ഒരു വഴുതനയെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വഴുതനയെ പറ്റി പറയുകയാണെങ്കിൽ പച്ച വഴുതന, നീല വഴുതന, പിന്നെ വേങ്ങേരി വഴുതന, അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ള വഴുതനകൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. പക്ഷേ എന്നാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ വഴുതനയെ പറ്റി. ഇത് വന്ന് നിത്യ വഴുതന എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് നിത്യവും നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റാവുന്ന ഒരു വഴുതന കൂടെയാണ്. അതാണ് നമ്മുടെ നിത്യ വഴുതന എന്ന് പറയുന്നത്. നമ്മൾ അടുക്കളത്തോട്ടത്തിൽ വളരെ നിസ്സാരമായിട്ട് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. കൂടാതെ ഇതിലൊത്തിരി കീടങ്ങളോ അങ്ങനെ അസുഖങ്ങളൊന്നും വരാത്ത ഒരു പച്ചക്കറിയാണ് നമ്മുടെ നിത്യവഴുതന. നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒത്തിരി പ്രോട്ടീനും വിറ്റാമിനും എല്ലാം അടങ്ങിയിരിക്കുന്ന, കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ്. നമ്മുടെ തോട്ടത്തിൽ വളരെ നിസ്സാരമായിട്ട് നമുക്കിത് നട്ടുപിടിപ്പിച്ചെടുക്കാം. അതിനായിട്ട് വേറെ ഒന്നും വേണ്ട. എന്നാൽ ഇത് വന്ന് നമ്മുടെ പാവലും പടവലത്തിനെയൊക്കെ പോലെ പന്തലിൽ കയറ്റി വളർത്തിയെടുക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ ഈ നിത്യവഴുതന. അതായത് ഈ നിത്യവഴുതനയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിത്യവും വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്. കൂടാതെ ഒത്തിരി ടേസ്റ്റ് കൂടിയ ഒരു പച്ചക്കറിയാണ്. പച്ചക്കറി കൂടെയാണ്. അതായത് ഇത് എല്ലാവരുടെ വീടുകളിലും നിസ്സാരമായിട്ട് നമുക്ക് വച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ വിത്ത് നമ്മൾ നഴ്സറിയിലോ കടയിലോ എവിടെയും പോയി വിത്ത് വാങ്ങി ഈ പച്ചക്കറി നമ്മളെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിവസവും നമ്മുടെ സ്ഥിരം, അതായത് 365 ദിവസവും നമ്മളെ തോട്ടത്തിൽ ഈ പച്ചക്കറി നമുക്ക് നിസ്സാരമായിട്ട് വച്ച് പിടിപ്പിക്കാം. കാരണം കാണുന്ന ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇത് ഉണങ്ങി വരുമ്പോൾ ഇതായിരിക്കണം. ഈ പൂവും നമുക്ക് കറികൾ വയ്ക്കാൻ ഉപയോഗിക്കാം. അതായത് നമ്മളെ വിഴുക്ക് വരട്ടി, തോരൻ, പിന്നെ ചിക്കൻ കറി വയ്ക്കും പോലെ, പിന്നെ വറുത്തരച്ച തീയൽ, ഇതിലൊക്കെ നല്ല ഒത്തിരി ടേസ്റ്റുള്ള ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ ഈ നിത്യവഴുതന. അപ്പോൾ ഇത് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ, അതായത് വെറുതെ ഇങ്ങനെ നമ്മൾ പറമ്പിലായാലും ശരി തന്നെ, ഗ്രോ ബാഗിലായാലും നമ്മൾ അടിവളം ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഒന്ന് വിത്തിനെ ഇങ്ങനെ വച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത്. കണ്ടോ, ഇത് ഈ മഴ ഇപ്പം ഒത്തിരി മഴ കൂടിയത് കാരണം കണ്ടോ, ഇത് വിത്തുകൾ അതിൽ നിന്ന് തന്നെ മുളകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിത്തിനെ ഞാനിങ്ങനെ ഇപ്പോൾ കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതടുത്ത് നല്ലൊരു പ്ലാന്റായി മാറും. കണ്ടോ, ഇത് മഴ കാരണം ഈർപ്പം ഇതുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ കിളിർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഒരിക്കൽ നമ്മളിങ്ങനെ നഴ്സറിയിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് നമ്മളെ തോട്ടത്തിൽ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ 365 ദിവസവും നമുക്ക് ദിവസവും വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ നിത്യവഴുതന. നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടില്ലെന്നോ അല്ലെങ്കിൽ വളരില്ലെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ നിത്യവഴുതനയുടെ കൃഷിയിൽ വന്ന് നമുക്ക് ഒത്തിരി കീടങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അഥവാ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇലകളിൽ വെള്ളീച്ച പോലെ വരും. അത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ നിത്യവഴുതന. കൂടാതെ നമ്മുടെ നിത്യവഴുതനയുടെ വിത്ത് ഇപ്പോൾ ഇതിൽ 2 മുള വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ഇങ്ങനെ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മതി. അത് അവിടെ നിന്ന് മുളച്ച് അതുപോലെ ഒരു 3-4 ദിവസത്തിൽ തന്നെ ഇത് മുള വരികയും കൂടാതെ ഇതിനൊരു പ്രത്യേകത കൂടെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വളർച്ച വന്ന് അതിവേഗത്തിൽ ഇത് വളർന്ന് നമ്മളിങ്ങനെ ഒരു കയറ് കെട്ടി കൊടുത്താൽ മതി. നമുക്കിതിനെ പന്തലിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ പൂക്കളുണ്ടായി നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ പൂക്കൾ കണ്ടോ, നമ്മളെ പീച്ചിലൊക്കെ പൂ പൂക്കും പോലെയാണ്. അതായത് വൈകുന്നേര സമയത്താണ് നമ്മളെ 4 മണിപ്പൂ ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ തന്നെ 3 വിധത്തിലുണ്ട്. അതായത് ഒരു പൂക്കൾ വന്ന് ഇതാ കാണുന്ന ഈ കളറിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. കൂടുതലായിട്ട് ഇതിൻ്റെ പൂക്കൾ വന്ന് വിരിയുന്നത് വൈകുന്നേര സമയങ്ങളിലാണ്. നമ്മളെ പീച്ചിലൊക്കെ പീച്ചിലിൻ്റെ പൂക്കളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വൈകുന്നേരം ടൈമിലാണ് വിരിയുന്നത്. അതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. ഇതിൻ്റെ പൂക്കൾ വന്ന് 3 തരത്തിലുണ്ട്. ഒന്ന് വന്ന് നീല, ഈ കളർ ലൈറ്റ് പിങ്ക്, അതായത് ഇളം അത്, പിന്നെ ഇനി ഒന്ന് വന്ന് വൈറ്റ് വെള്ള ഇതിൽ, പിന്നെ വന്ന് ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന്, അങ്ങനെ 3 വിധത്തിലാണ് ഈ പൂ
ഈ നിത്യവഴുതനയുടെ പൂക്കൾ കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇത് വളരെ നിസ്സാരമായിട്ട് തന്നെ അടിവളം നിറച്ച് കഴിഞ്ഞ് ഗ്രോ ബാഗിലോ പാത്രത്തിലോ എന്തിലാണ് നമുക്ക് കൃഷി ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പറമ്പിൽ തന്നെയും ഇത് കൃഷി ചെയ്ത് മുള്ളിൻ്റെ കമ്പികളിലോ മതിലിലോ എവിടെയെങ്കിലും ഒന്ന് ഇതിനെ താങ്ങി നിർത്തി വളർത്തിയെടുക്കേണ്ട ഒരു ഇതുകൂടെ അതൊരു പാരസൈറ്റ് പോലത്തെ ഒരു പ്ലാന്റ് കൂടെയാണ്, മറ്റൊന്നിനെ ആശ്രയിച്ച് വളരുന്നതാണ്. അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ഇതിന് ഈ പ്ലാന്റ് വളർന്ന് പന്തലിലോട്ട് കയറാൻ സമയത്ത് നമ്മളൊരു തൽക്കാലം ഒന്ന് കയറ് കെട്ടിവിട്ട്, ഇതുപോലെ ഞാനിപ്പോൾ പന്തലൊന്നും ഇട്ടിട്ടില്ല, ഇവിടെ ഒരു കയറ് തന്നെ കെട്ടിവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കയറ് കെട്ടി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒന്നിടവിട്ട് തന്നെ നമ്മളെ ഈ പച്ചക്കറി വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ ദിവസവും നമുക്ക് വിളവ് തരുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. പിന്നെ ഇതിൻ്റെ പേര് ക്ലോ ബീൻസ് എന്നും ഇതിനറിയപ്പെടുന്നു. അതായത് ഇതാ കണ്ട, ഈ പൂവന്ന് നമ്മളെ ഗ്രാമ്പൂവിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്ലോ ബീൻസ് എന്ന പേരിൽ ഈ പച്ചക്കറി അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ അടുപ്പോൾ എൻ്റെ നിത്യവഴുതനയുടെ ഇതെല്ലാം ഉണങ്ങി വിത്ത് സ്റ്റേജിലായി. കാരണം ഒത്തിരി ഇപ്പോൾ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ല രീതിക്കുള്ള മഴയാണ് നമ്മുടെ നാട്ടിൽ. പാത്രത്തിലായിട്ട് ഈ നിത്യവഴുതന വച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൽ നിന്ന് വിളവെടുത്ത് ഇതായി വരുമ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റ് നട്ടുപിടിപ്പിക്കണം. അപ്പം ഞാനിത് അടുത്ത ഒരു ഗ്രോ ബാഗിൽ കൂടെ അടുത്ത പ്ലാന്റ് നട്ടുപിടിപ്പിച്ചു. പ്രത്യേകിച്ച് നമുക്കിതിന് വളമൊന്നും വേണ്ട. നമ്മളെ കയ്യിലുള്ള നിസ്സാരമായിട്ടുള്ള കിച്ചൺ വേസ്റ്റോ ഫിഷിൻ്റെ വേസ്റ്റോ ചാരമ്പോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മളെ അതിൽ പ്രധാനമായിട്ട് ഇടം കൊടുക്കാൻ പറ്റാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ നിത്യവഴുതന. കൂടാതെ നമുക്കിതിൽ നിന്നും നല്ല രീതിക്കുള്ള വിളവെടുക്കാനും സാധിക്കും. അപ്പം നമുക്കിതിനൊന്ന് വിളവെടുക്കാം, ഈ നിത്യവഴുതനയെ ഒന്ന് വിളവെടുക്കാം. അപ്പോൾ നമ്മൾ നിത്യവഴുതന 3 ഷേപ്പിലുണ്ട്. ഇത് നീളത്തിലുള്ള നിത്യവഴുതനയാണ്. ഒന്ന് ചെറിയ രീതിക്ക്, അതായത് ഇത്ര തണ്ട് വലിപ്പം തന്നെ കാണും. അത് കഴിഞ്ഞ് ഇതുപോലത്തെ പൂവായിരിക്കും കാണപ്പെടുന്നതും. അങ്ങനെ പിന്നെ വയലറ്റ് നിറത്തിലുള്ള, അങ്ങനെ 3 തരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നട്ടുപിടിപ്പിച്ചത് നീളത്തിലുള്ള നിത്യവഴുതനയാണ്. അങ്ങനെ 3 തരത്തിൽ സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ നിത്യവഴുതന. പക്ഷേ എപ്പോഴും നമുക്ക് ഒന്നിടവിട്ട് വിളവ് കിട്ടിയിട്ടേ ഇരിക്കും. അങ്ങനത്തെ ഒരു നിസ്സാരമായിട്ട് ഒരു പരിചരണവും ഇല്ലാതെ നമുക്ക് നല്ല രീതിക്ക് വളർത്തി എടുക്കാവുന്ന ഒരു കൃഷിയാണ്. അതിനായിട്ട് ഒരു പന്തൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ കയ്യിലുള്ള എന്ത് വളമുണ്ടോ അത് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ല രീതിക്ക് നിത്യവഴുതന പിടിപ്പിച്ചെടുക്കാം. അതായത് ഒന്നിൻ്റെ വിളവിങ്ങനെ നമുക്ക് ദിവസവും ഇതിൽ നിന്ന് വിളവ് കിട്ടും. അതായത് ഒരു പ്ലാന്റിൻ്റെ വളർച്ച കഴിയാറാവുമ്പോൾ നമുക്ക് അടുത്തത് വച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ നല്ല രീതിക്കുള്ള വിത്തുകളും കിട്ടും. അങ്ങനെ ഉള്ള ഒരു മെഡിസിനൽ പരമായിട്ടുള്ള ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ നിത്യവഴുതന. നമ്മളെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ നിത്യവഴുതന. കൂടാതെ നിസ്സാരമായിട്ട് നമ്മളെ വീട്ടുവളപ്പിലോ ടെറസിലോ എവിടെയെങ്കിലും നമുക്കിതുപോലെ 2 ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പറമ്പിലോ നട്ടുപിടിപ്പിച്ചാൽ മതി. നല്ല രീതിക്ക് ദിവസവും 365 ദിവസവും നമുക്കിതിൽ നിന്ന് വിളവെടുക്കാവുന്ന ഒരു പച്ചക്കറി എന്നാണ് പറയുന്നത്. 300 നിന്ന് നമുക്കൊരു 6 മാസം വരെ തുടർച്ചയായിട്ട് നല്ല രീതിക്ക് വിളവെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ്. പിന്നെ ഒത്തിരി ഗുണം ചെയ്യുന്ന, അതായത് ഫൈബർ കണ്ടൻറ്റൊക്കെ ഒത്തിരി അടങ്ങിയ ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ നിത്യവഴുതന. അപ്പം ഞാനിന്ന് ഇതിനൊന്ന് വിളവെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ നിത്യവഴുതനെ ഞാൻ വിളവെടുത്തിട്ട് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ്. അതായത് ഇത് ഇളം സ്റ്റേജിലുള്ള നിത്യവഴുതനയാണ് ഒത്തിരി ടേസ്റ്റ് കൂട്ടുന്നത്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും അങ്ങനെ തന്നെ ഇളം സ്റ്റേജിൽ നമ്മൾ വിളവെടുത്ത് ഇതിപ്പോൾ നമുക്ക് ഇതിനെ വിത്ത് കൂടാതെ എടുക്കാം. കാരണം അത് നമുക്ക് വിത്തിന് വേണ്ടി ഉപയോഗിക്കാം. ആർക്കെങ്കിലും, അതായത് നമ്മളെ കന്യാകുമാരി ജില്ലക്കാർക്ക് സുപരിചിതമില്ലാത്ത ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ നിത്യവഴുതന. ഇതിനെപ്പറ്റി ഞാനും കേട്ടിട്ടില്ല വലിയ രീതിക്ക്. ഈ ഇടക്കാലത്ത് തന്നെ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഇങ്ങനത്തെ ഒരു പച്ചക്കറി ഉണ്ടെന്ന് അത് അറിഞ്ഞിട്ടാണ് ഞാൻ നട്ട് വളർത്താൻ തുടങ്ങിയത്. കൂടാതെ ഒത്തിരി ഈൽഡ് തരുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ അങ്ങനെ ഓരോ ബ്രാഞ്ചിനും ഓരോ കായ്കളിങ്ങനെ അടുത്തടുത്ത് പിടിക്കും. കൂടാതെ നമ്മളെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. എല്ലാവർക്കും ഇവിടെ നിസ്സാരമായിട്ട് നട്ടുപിടിപ്പിച്ച് എടുക്കാം. ഒത്തിരി പരിചരണം ഒന്നും വേണ്ട. ഇതൊക്കെ ഈ സൈഡിലോട്ടൊക്കെ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ സൈഡിലോട്ടാണ് ഇതിൻ്റെ നിത്യവഴുതന കിട്ടുന്നത് കിടക്കുന്നത്.
അപ്പോൾ ഞാനിതാ വിളവെടുത്തു. നിത്യവഴുതന വളരെ നിസ്സാരമായിട്ട് നമുക്ക് നമ്മളെ അടുക്കളത്തോട്ടത്തിൽ വച്ച് പിടിപ്പിക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. കണ്ടോ, നല്ല രീതിക്ക് വിളവെടുത്തു. നമ്മളിതിൻ്റെ പൂവും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാം. വിഴുക്ക് വരട്ടി, തോരൻ, തീയൽ, ഇതൊക്കെ നമ്മൾ ചിക്കൻ കറി വയ്ക്കും പോലെ ഇതെല്ലാം ഇങ്ങനത്തെ വ്യത്യസ്തമായ കറികൾ വയ്ക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ നിത്യവഴുതന. കൂടാതെ എൻ്റെ നമ്മളെ അതായത് എൻ്റെ ചുറ്റുപാടുമുള്ള പരിസരത്തുള്ള ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ വിത്ത് തരാം, ഇതിൻ്റെ വിത്ത് തരാം ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനും അങ്ങനെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ നിത്യവഴുതന. നിസ്സാരമായിട്ട് നമ്മളെ തോട്ടത്തിൽ വച്ച് പിടിപ്പിക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. കൂടാതെ നമ്മൾ തക്കാളിയെ കൂടെ നമുക്ക് വിളവെടുക്കാം. മഴ കാരണം ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ബജ്ജി മുളകാണ്, അതിനെ കൂടെ വിളവെടുക്കാം. അപ്പോൾ ഒരു 2-3 ബജ്ജി മുളക് കൂടെ വിളവെടുത്തു. അപ്പോൾ ഇതിൻ്റെ കിച്ചൺ വേസ്റ്റ് ഇട്ട് ഇങ്ങനെ കിളിർത്തതാണ്. ഞാനിങ്ങനെ വിഷുക്കണി വച്ചിട്ട് ഇതിൻ്റെ ഉപയോഗിച്ചിട്ട് കിച്ചൺ വേസ്റ്റിനെ കൊണ്ട് ഇവിടെ ഇട്ടു. ഒത്തിരി ചപ്പൊക്കെ കയറിക്കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് വിളവെടുക്കാൻ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ വിളവെടുത്തിട്ട് വരാം. ഒത്തിരി ഭംഗിയുള്ള സാധനമാണ് നമ്മളെ മത്തൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.